മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ഭാരതരത്നം നൽകണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാകുന്നു. ഭാരതരത്നം നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം തെലങ്കാന സർക്കാർ പാസാക്കിയതിന് പിന്നാലെയാണ് ഈ നീക്കം. സിഖ് വോട്ടുകളിൽ കണ്ണുവെച്ചാണ് കോൺഗ്രസ് നീക്കമെന്ന് BJP തിരിച്ചടിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പറയൂ വിശേഷങ്ങൾ. യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗിന് മരണാനന്തരം ഭാരതരത്നം നൽകണമെന്ന് എന്ന് ആവശ്യപ്പെടുന്നു. അനന്തരം തീർച്ചയായിട്ടും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട്, അതായത് സ്മാരക വിവാദം അത് കൊടുമ്പിരി നിൽക്കുന്ന ഒരു സമയത്താണ് മറ്റൊരു ആവശ്യം കോൺഗ്രസിൽ ശക്തമാകുന്നത്. അത് മൻമോഹൻ സിംഗിന് ഭാരതരത്നം നൽകണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശക്തമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ പല കോൺഗ്രസ് നേതാക്കളും പാർട്ടിക്കുള്ളിൽ തന്നെ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഈ തെലങ്കാന സർക്കാർ ഈ ഭാരതരത്നം നൽകണമെന്നൊരാവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുന്ന ഒരു പ്രമേയം നിയമസഭയിൽ പാസാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റു നേതാക്കളും ഇതിപ്പോൾ ഏറ്റുപിടിച്ചിരിക്കുന്നത്. ഇതിൽ പ്രമോദ് തിവാരി MP പറഞ്ഞത് സ്മാരകത്തോടൊപ്പം ഈ ഭാരതരത്നവും സർക്കാർ പരിഗണിക്കണം കേന്ദ്ര സർക്കാർ പരിഗണിക്കണം എന്ന് പ്രമോദ് തിവാരി ആവശ്യപ്പെടുന്നുണ്ട്. ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനും അതുപോലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഭാരതരത്നം നൽകി ആദരിക്കേണ്ട വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന ആവശ്യമാണ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ BJP അതിനെ എതിർക്കുന്നത് മൻമോഹൻ സിംഗിന് ഭാരതരത്നം നൽകാത്തതിന്റെയൊക്കെ കാരണം അത് നിങ്ങൾ സോണിയാഗാന്ധിയോട് പോയി ചോദിക്കേണ്ടതാണ്, സോണിയാഗാന്ധി അതിന് മറുപടി നൽകുമെന്നും, മറ്റൊന്ന് ഈ സിഖ് വോട്ടുകളിൽ കണ്ണുവെച്ചാണ് ഇത്തരത്തിൽ കോൺഗ്രസ് മൻമോഹൻ സിംഗിനെ ഉയർത്തിക്കാട്ടുന്നത് എന്നതും BJP ആരോപിക്കുന്നുണ്ട്. ഈ സ്മാരക വിവാദവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രണബ് മുഖർജിയുടെ മകൾ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരുന്നു. പ്രണബ് മുഖർജിയുടെ മകളുടെ പ്രസ്താവന കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കിയ ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് മറ്റൊരു ആവശ്യം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉയരുന്നത്. എന്തായാലും ഇതിന്റെ ഭാവി എന്താകുമെന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. എന്തായാലും ആവശ്യം ശക്തമാക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോൾ തീരുമാനം. SKN. താങ്ക് യു. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.